എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പലരും എൻ്റെ PSC പ്രൊഫൈല് കണ്ടിട്ടുള്ളവരായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡെമോ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്വന്തം പ്രൊഫൈൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ ചിലർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഷോർട്ട് ലിസ്റ്റിൽ ഞാൻ വന്നിട്ടുണ്ട്, 10-15 ഒന്നുമല്ല, അതിലും കൂടുതൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു സംശയമാണ്. കുറേ ഷോർട്ട് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്തുകൊണ്ട് PSC ജോലി കിട്ടുന്നില്ല. അതുപോലെ തന്നെ ചിലർ ഒരു ഡൗട്ടാണ്, നമ്മളിപ്പോൾ ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന എല്ലാ ലിസ്റ്റിലും നമുക്ക് നമ്മുടെ പേരുണ്ടാവും, അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി കിട്ടും. ഇതൊരു സത്യമാണോ അല്ല കളവാണോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും പറയുന്ന കാര്യങ്ങളാണ്. എല്ലാവരിലും ഈ ഒരു കാര്യം ശരിയായിക്കൊള്ളണം എന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ തുടക്കക്കാർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ഞാൻ പറയുന്നത്. പിന്നെ കുറച്ച് PSC പഠിച്ച് കുറച്ച് കാലം ഈ ഒരു ഇതിനോട് ഷോർട്ട് ലിസ്റ്റും മെയിൻ ലിസ്റ്റും ഒക്കെ ആയിട്ട് കളിക്കുന്നവരോട് ആ ഒരു രീതിയിൽ വരുന്നവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, എന്തായാലും തുടക്കക്കാരാണെങ്കിലും ഇപ്പം വയസ്സ് കഴിയാനായവരാണെങ്കിലും എന്തായാലും ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓരോരുത്തരുടെ അനുഭവം വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ തുടക്കക്കാരെന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് PSC പഠിക്കുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. ഒരു PSCൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വരിക അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ള കാര്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് ഒരു ലിസ്റ്റിൽ വരിക എന്നുള്ള കാര്യം ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു ലിസ്റ്റിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു 3-4 പോസ്റ്റിനൊക്കെ എക്സാം എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ആ 3-4 പോസ്റ്റിൽ നമുക്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ജനറൽ PSC ആണെങ്കിലും യൂണിഫോം പോസ്റ്റ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, ഈ രീതിയിലുള്ള എല്ലാ പോസ്റ്റിലും ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇതുവരെയായിട്ട് എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണ്, അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്നാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എന്ന് പറയുമ്പോൾ ജനറൽ PSCൻ്റെതാകുമ്പം നമുക്ക് ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ താഴെ റാങ്കുകളിലേക്ക് ആ ഒരു റാങ്കുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടില്ല. പിന്നെ യൂണിഫോം പോസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഫിസിക്കൽ പാസ്സായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലിസ്റ്റിൽ കയറുന്നത്. പക്ഷേ ലിസ്റ്റിൽ കയറി കഴിയുമ്പോഴാണ് നമ്മൾ റാങ്ക് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഓക്കെ, പിന്നെന്ന് പറയുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, ഇതിൻ്റെയൊക്കെ ലിസ്റ്റിൽ കയറുന്നത് വേറൊരു കഥയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിൽ എലിജിബിലിറ്റി ടെസ്റ്റിൽ വരുമ്പോൾ അതിൽ നമ്മൾ കിട്ടും. പിന്നെ വരുന്നത് ഡിക്റ്റേഷൻ ടെസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഞാൻ ലിസ്റ്റ് കയറുന്നത് LGSൻ്റെ ലിസ്റ്റിലാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ഇല്ലാത്തവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലിസ്റ്റായിരുന്നു. അതിൽ കയറി, പക്ഷെ അതിൽ റാങ്ക് താഴെയായതുകൊണ്ട് എനിക്ക് ആ ഒരു ജോലി കിട്ടിയിട്ടില്ല. പിന്നെ ഫിസിക്കൽ പാസ്സായിട്ട് കിട്ടിയത് ഒരു എക്സൈസിൻ്റെ ലിസ്റ്റാണ്. അതിലും കുറച്ച് റാങ്ക് താഴെയായതുകൊണ്ട് എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഓരോ ലിസ്റ്റിലും വന്നു കഴിഞ്ഞ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതി കഴിയുമ്പോൾ ലിസ്റ്റിൽ വരുമല്ലോ, 3-4 ലിസ്റ്റിൽ വരും, എന്തായാലും വരും. ഓക്കെ, ആ ഒരു സമയത്ത് നമ്മൾ എഴുതുന്ന എല്ലാ ലിസ്റ്റിലും വരാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് ലിസ്റ്റിൽ കയറുമ്പം ചിലർക്ക് ആദ്യം തന്നെ ജോലി കിട്ടും. ഓക്കെ, അത് ഇല്ല എന്ന് പറയുന്നില്ല, ചിലർക്കൊക്കെ അങ്ങനെ ജോലി കിട്ടാറുണ്ട്. പക്ഷെ ചിലരുടെ കാര്യത്തിൽ നമ്മൾ 3-4 പോസ്റ്റിന് ആ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ റാങ്ക് കുറച്ച് താഴെയായിരിക്കും. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടാവും, ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ എന്തായാലും ജോലി കിട്ടുമല്ലോ. എല്ലാ ലിസ്റ്റിലും ഉള്ള ആൾക്കാർ സെയിം തന്നെയാണ്, അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയും വെച്ചിട്ട് നമ്മൾ പിന്നെ വരുന്ന നല്ല എക്സാമുകൾക്കൊന്നും ചിലപ്പോൾ പ്രിപ്പയർ ചെയ്തോണം എന്നില്ല. നമുക്ക് എന്തായാലും കിട്ടുമല്ലോ, പിന്നെ എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യില്ല, പ്രിപ്പയർ ചെയ്യില്ല. പിന്നെ കുറച്ച് ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ജോലി കിട്ടില്ല. ഏത് ലിസ്റ്റിൽ നിന്നും നമുക്ക് ജോലി കിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവും. പിന്നെ വരുന്ന ഒരു എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൗൺ ആകുമ്പോൾ പിന്നെ വരുന്ന ഒന്നിലും നമുക്ക് കയറാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഉള്ള ലിസ്റ്റും പോയി പിന്നെയുള്ള ലിസ്റ്റിലും കയറാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ആദ്യം മുതൽ പഠിച്ചത് അതുപോലെ തന്നെ പഠിച്ചിട്ടാണ് പിന്നെ കയറാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യുക, തുടക്കക്കാരാണെങ്കിലും ഇപ്പോൾ ലിസ്റ്റിലുള്ളവരാണെങ്കിലും നിങ്ങൾ പഠിത്തം മാത്രം അവസാനിപ്പിക്കരുത്. നിങ്ങളുടെ ആ ഒരു പഠനം കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ലിസ്റ്റിലുണ്ട് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും മറന്നേക്കുക. ഇനി ലിസ്റ്റിൽ വരണം എന്ന് വിചാരിച്ച് മാത്രം
പഠിക്കുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഈ ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ എന്നുള്ള ലിസ്റ്റുകളിലാണെങ്കിൽ അതിൽ എലിജിബിലിറ്റി ലിസ്റ്റിൽ വരും. അതിനുശേഷമാണ് ഡിക്റ്റേഷൻ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ചിലർ ഹയർ പാസ്സായിട്ടുള്ളവരായിരിക്കും, അപ്പോൾ ഡിക്റ്റേഷൻ ടെസ്റ്റ് വരുമ്പോൾ ലോവർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എലിജിബിലിറ്റി ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഹാൻഡ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യില്ല, അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്തായാലും ഹയർ പാസ്സായവരാണ്, അപ്പോൾ എന്തായാലും നമുക്ക് ലോവർ ആയതുകൊണ്ട് പാസ്സാവാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റും ഉണ്ടാവും. എൻ്റെ രീതി, ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോയി എക്സാം ഹാളിൽ ആ ഒരു ഡിക്റ്റേഷൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്കൊന്നും അറിയില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് വരുന്ന എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യും, ഡിക്റ്റേഷൻ ടെസ്റ്റ് വരും, എല്ലാത്തിലും നമുക്ക് കിട്ടില്ല, അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റിയില്ല, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഹാൻഡ് നമ്മളിപ്പം ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും സ്റ്റെനോഗ്രാഫർ ആണെങ്കിലും ജോലി കിട്ടാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിന് പഠിക്കുന്നതോടുകൂടി തന്നെ ഷോർട്ട് ഹാൻഡ് പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഈ ഒരു ഡിക്റ്റേഷൻ ടെസ്റ്റ് പാസ്സാവാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റിൻ്റെതാണെങ്കിൽ അത് മിക്കവാറും എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ചിലർക്ക് കിട്ടില്ല. അപ്പോൾ ഇത്രയും ഫിസിക്കലൊക്കെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്യുന്നത്, ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ റാങ്ക് താഴെയാന്ന് പറയുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുത്തിട്ട് അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഡൗൺ ആവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫിസിക്കലി അത്രയും പെയിൻ സഹിച്ചിട്ടാണ് ഈ ഒരു ലിസ്റ്റിലൊക്കെ കയറുന്നത്. ഓക്കെ, അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് തുടക്കക്കാരാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയുമ്പം കുറേ വൈകി പോകും. അപ്പോൾ ഈ ലിസ്റ്റുകളിലൊക്കെ കയറിയിട്ടും കാര്യമില്ല, നല്ല റാങ്ക് കിട്ടിയാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് ചിലപ്പം വയസ്സ് കഴിയാൻ 1 വർഷം ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം പഠിക്കാൻ പറ്റാത്ത സാഹചര്യം എത്തുമ്പോഴോ മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യം തിരിച്ചറിയുന്നത്. അപ്പം നമുക്ക് ഈ എല്ലാ സമയത്തും ഒരുപോലെ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അതാദ്യം ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടി വരുന്തോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റില്ല. ആ സമയത്തായിരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ തുടക്കക്കാരാണെങ്കിലും പഠിച്ച് തുടങ്ങിയിട്ടുള്ളവരാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ലിസ്റ്റിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് പഠിത്തം നിർത്താൻ പാടില്ല, പഠനം തുടർന്ന് കൊണ്ടുപോവുക. മാക്സിമം എത്രത്തോളം ലിസ്റ്റിൽ കയറാൻ പറ്റുമോ അത്രത്തോളം ലിസ്റ്റിൽ കയറുക. ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒരു PSC ജോലി മാത്രം അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, PSC ജോലി കിട്ടുന്നത് നല്ലതാണ്, നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു, പക്ഷെ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവും, നമ്മൾ അത്രയും പഠിച്ചിട്ടല്ലേ, കിട്ടാത്തത് കൊണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു സമാധാനം ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ PSC ജോലി കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല, PSC ജോലി മാത്രമൊന്നുമല്ല, എല്ലാവരും ജീവിക്കുന്ന PSC ജോലി കൊണ്ട് മാത്രമൊന്നും അല്ല. എങ്കിലും എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ലിസ്റ്റിൽ കയറിയാൽ പിന്നെ എല്ലാ ലിസ്റ്റിലും വരും എന്നുള്ള കാര്യം സത്യമാണ്, പക്ഷേ അതിൽ ജോലി കിട്ടും എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്, അതുകൊണ്ടാണ് എനിക്ക് ഇതുവരെയായിട്ടും ജോലി കിട്ടാത്തത്. ഓക്കെ, ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പഠിക്കാൻ ഇപ്പം നോക്കുമ്പോൾ സാഹചര്യം പറ്റുന്നില്ല. ആദ്യം നോക്കുമ്പം ഈ ലിസ്റ്റ് കയറി എന്നുള്ള ഒരു അഹങ്കാരം മനസ്സിലുണ്ടായതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല, പിന്നെ നോക്കുമ്പോൾ ലിസ്റ്റിൽ കയറാനും പറ്റിയില്ല. ഇതാണ് അവസ്ഥ വരുന്നത്. ഓക്കെ, എല്ലാവരുടെയും അവസ്ഥ ഇതുപോലെയൊന്നും ആയിരിക്കണം എന്നില്ല. ഓക്കെ, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, അതുപോലെ തന്നെ എനിക്കും ഒരു ആഗ്രഹമുണ്ട്, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.